ഞാൻ ചെറുപ്പം മുതലേ പാടുന്ന ഒരാളാണ്. പക്ഷേ ആ പാട്ട് കേൾക്കാൻ കൊള്ളത്തില്ലായിരുന്നു. കാരണം ഞാൻ മൂക്ക് വെച്ച് പാടിക്കൊണ്ട് നടന്ന ഒരാളാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദറെ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. കാരണം എന്നാണെന്നറിയാമോ, ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ തിരിച്ചവരെന്നോട് അവർക്കൊരു കുഴപ്പമില്ല, പക്ഷെ അവർ എന്നോട് അത് അവർക്കൊരു കോമഡിയാണ്. പക്ഷെ അത് കേൾവിക്കാരന് എത്രത്തോളം അത് മുറിവുണ്ടാക്കുന്നെന്ന് അവർക്കറിയത്തില്ല. അതുപോലത്തുള്ള ചർച്ചിൻ്റെ ഒരു മൈക്ക് പിടിക്കാൻ കൊതിച്ച നാളുകൾ എൻ്റെ ലൈഫിൻ്റെ അകത്തുണ്ട്. അന്നും ഞാൻ ഈ കേൾക്കുന്ന പ്രവചന ശബ്ദം, ഞാനൊരു ചർച്ചിൻ്റെ അകത്ത് ചെന്ന് ഇരുന്നാൽ കേൾക്കുന്ന ദൈവശബ്ദം, ഇവൻ പാടും, ദൈവരാജ്യത്തിന് പ്രയോജനമുണ്ടാകും, ശബ്ദത്തിൻ്റെ മേൽ അഭിഷേകം ഉണ്ടാകും. അപ്പോൾ എൻ്റെ മമ്മി ദൈവത്തോട് ചോദിച്ചു, നിവിൻ്റെ മമ്മി ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാകും, പക്ഷെ ഇത് വേറൊരാൾക്ക് മനസ്സിലാകണ്ടേ എന്താണ് ഈ പറയണേന്ന്. പാടുമ്പോഴൊക്കെ ഞാൻ പാടുക, പക്ഷെ കേൾവിക്കാർക്ക് ഭയങ്കര കോമഡിയാണ്. പക്ഷേ നമ്മുടെ മേൽ എന്തെങ്കിലും ഒരു ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ അത് തന്നെ നടക്കത്തുള്ളൂ. അതിനെതിരെ എന്ത് നിന്നാലും ദൈവം നമ്മളെ ഒരു നാൾ പുറത്തു കൊണ്ടുവരും. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എൻ്റെ ശബ്ദം കൊണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടതും എൻ്റെ ശബ്ദം കൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, ഈ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞോട്ടെ, ലോകം നിങ്ങളെ അവഗണിക്കും, യേശു നിങ്ങളെ പരിഗണിക്കും.